ഇന്ന് നമുക്ക് നല്ലൊരു നാരങ്ങാച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നാരങ്ങാച്ചാറുണ്ടല്ലോ, അതുപോലെയല്ല കേട്ടോ. മുളക് പൊടിയൊന്നും ചേർക്കാതെ വെള്ള കളറിൽ നല്ലൊരു നാരങ്ങാച്ചാറാണ്. സദ്യയിലൊക്കെ നമ്മൾ കഴിക്കാറുണ്ടല്ലോ, ആ ഒരു നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു നാരങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 19 നാരങ്ങയുണ്ട് കേട്ടോ. നല്ല പഴുത്ത നാരങ്ങ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആദ്യം നമുക്ക് ഈ നാരങ്ങ ഒന്ന് വാട്ടിയെടുക്കണം. ഒന്നില്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം, അതല്ലെങ്കിൽ ആവി കയറ്റിയിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതും അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ വഴറ്റിയെടുക്കുമല്ലോ, അതിൻ്റെ കൂടെ ഇട്ടിട്ട് അങ്ങ് വാട്ടിയെടുത്താലും മതി. ഞാനിപ്പം ഇതൊന്ന് ആവി കയറ്റിയിട്ട് വാട്ടിയെടുക്കാൻ പോവുകയാണ്. ഒരു സ്റ്റീമറിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്റ്റീമറിലേക്ക് വെച്ചിട്ട് അതിന് മുകളിലേക്ക് നാരങ്ങ വെച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന നാരങ്ങയാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് ആവി കയറ്റാം. ഒരു 3-4 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. അപ്പോഴേക്കും നാരങ്ങ നല്ല സോഫ്റ്റായിട്ട് വന്നോളും. ഇത് പൊട്ടി തുടങ്ങുന്നതിന് മുൻപായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇത് പൊട്ടാനായിട്ടുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ എന്തായാലും പൊട്ടി വരും. അത് വേണ്ട, നമുക്കൊരു 3-4 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. എല്ലാ നാരങ്ങ ഇവിടെ ആയി വന്നിട്ടുണ്ട്. തൊട്ട് നോക്കാം. ഇതുപോലെ ഒന്ന് അമുങ്ങി കളിക്കണം, അതായത് ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കണം, ഞെങ്ങണം. ഇനി ഇത് ചൂടിൽ നിന്ന് കോരി മാറ്റി വെക്കാം. നല്ലോണം ഇരുന്നൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന് മുകളിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയാം. ഇതിൻ്റെ ആ ചൊനയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങ് തുടച്ച് മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. വേണമെങ്കിൽ അതിൻ്റെ 2 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ, കട്ടിയുള്ള ഭാഗം. എന്നിട്ട് ഒരു നാരങ്ങ നമുക്ക് ഇതുപോലെ നീളത്തിൽ 2ആയിട്ട് ഭാഗിക്കാം. എന്നിട്ട് അതിൻ്റെ ഓരോ ഭാഗവും വീണ്ടും 4ആയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ആദ്യം നടുക്ക് കൂടി ഒന്ന് മുറിക്കുക, വീണ്ടും ഒന്നും കൂടെ മുറിച്ച് ചെറുതാക്കി എടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ കഷ്ണമോ വലിയ കഷ്ണമോ ഏത് വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ. നമ്മൾ മുറിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതും അങ്ങ് മാറ്റിക്കളയാം. കുരു ഉണ്ടെങ്കിൽ അച്ചാറിന് കയ്പുണ്ടാവില്ല, അതുകൊണ്ടാണ് മുറിക്കുന്നതിൻ്റെ കൂടെ തന്നെ അങ്ങ് കുരുവൊക്കെ അങ്ങ് എടുത്ത് മാറ്റാം. ഇതേ രീതിയിൽ തന്നെ എല്ലാ നാരങ്ങയും മുറിച്ചെടുക്കാം. എല്ലാ നാരങ്ങ ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മളത് മുറിക്കുമ്പോൾ കട്ടിംഗ് ബോർഡിലാവുമ്പോൾ നാരങ്ങേൻ്റെ നീരൊന്നും കളയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒരു പാത്രത്തിലേക്ക് നാരങ്ങേൻ്റെ കൂടെ തന്നെ ഇട്ട് വെക്കുക, ഒഴിച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചാൽ മതി, കളയേണ്ട ആവശ്യമില്ല. ഇനി അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു മൺചട്ടി അടുപ്പിലോട്ട് വെക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്, അച്ചാർ കേടാകാതെ കൂടുതൽ നാൾ ഇരുന്നോളും. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനൊന്ന് പൊട്ടി വന്നോട്ടെ. കടുക് മുഴുവനായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിലേക്ക് ഒരു കൈപ്പിടി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പൊക്കെ ഉണ്ടാവുക. ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. വലുതൊക്കെ ഒന്ന് 2 കഷ്ണാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറുതൊക്കെ മുഴുവനോടെ തന്നെ ഇരിക്കുകയാണ്. ഇതിലേക്ക് ഇനി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയിൽ അത്രയും വേണ്ട കേട്ടോ, കുറച്ച് മതി. നീളത്തിലരിഞ്ഞതൊരു 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് പച്ചമുളക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഒരു 10 പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളകിന് പകരമായിട്ട് നല്ല കേട്ടോ കാന്താരി മുളകാണ് ചേർക്കേണ്ടത്. കാന്താരി മുളക് ഇല്ലാത്തതുകൊണ്ടാണ് പച്ചമുളക് ചേർത്തത്. അപ്പോൾ കാന്താരി മുളകാണ് ഉള്ളതെങ്കിൽ അതും ഇതുപോലെ തന്നെ ഒരു കൈപ്പിടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് മുറിച്ചതും ഒരു 4 എടുത്തിട്ടുണ്ട്, അത് മുറിച്ചതും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വാടി ചുമന്ന കളറാവുമൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ഗോൾഡ് കളറായാൽ മതി, അത്രയും വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഇതാ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ചേർക്കണ്ട കേട്ടോ, കുറച്ച് മതി. ഒരു 1/4 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർക്കാം. ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കായം പൊടിച്ചതൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പും ഈ ഒരു സമയത്ത് തന്നെ ചേർക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വിനാഗിരിയാണ് ചേർക്കേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വരെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് വേണ്ടത് അത്രയും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്.
ഈ വിനാഗിരി ഒന്ന് ഇതിൻ്റെ ഈ നാരങ്ങേൻ്റെ കൂടെ ഒന്ന് ചൂടായി വന്നോട്ടെ. അതിലും എന്തെങ്കിലുമൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ അച്ചാറിന് ഇപ്പോൾ ചാറൊന്നുമില്ല. അപ്പോൾ ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാർ വേഗം നാശമായി പോകുമൊന്നുമില്ല. വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം. അതല്ല വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. നമ്മൾ ആദ്യം തന്നെ ചെറുനാരങ്ങ ആവി കയറിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ തന്നെ അതിൻ്റെ തൊലിയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് കൂടുതൽ നേരമായിട്ട് തിളപ്പിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അതുപോലെ പുളി വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഇനി ചേർക്കുകയാണെങ്കിൽ തിളപ്പിച്ചാറിയത് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം നേരത്തെ നമ്മൾ ഒഴിച്ചത് ഓൾറെഡി തിളച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ ചെറുനാരങ്ങ ഇട്ടിട്ട് വേവിക്കുന്നില്ല, അതുകൊണ്ട് ഇനി പുളി വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വിനാഗിരി മാത്രം ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ചേർത്തത് കൊണ്ട് തന്നെ ഇത്രയും ചാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കാം കേട്ടോ. ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് ചേർക്കാം, ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം. പക്ഷെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമേ. ഇപ്പോൾ അച്ചാർ നല്ല ചൂടായിട്ടല്ലേ ഇരിക്കുന്നത്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ചില്ലുകുപ്പിയിലേക്ക് ഇട്ട് വെച്ചിട്ട് അടച്ച് സൂക്ഷിക്കാം. അച്ചാറിപ്പോൾ ഞാൻ തണുക്കാൻ വെച്ചിരിക്കുകയായിരുന്നേ, തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുപ്പിയിലേക്ക് ഇട്ട് വെക്കാം. കുപ്പിയിലേക്ക് ഇട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ നനവൊക്കെയുള്ള കുപ്പിയിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടുവന്നു പോകും. അതുകൊണ്ട് നല്ല വൃത്തിയുള്ള കുപ്പിയിൽ വേണം ഇട്ട് വെക്കാൻ. വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് കളയണം. വേണമെന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയിരിക്കുന്ന കുപ്പി എടുക്കാം. അതല്ലെങ്കിൽ കുപ്പിയിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ അച്ചാർ കൂടുതൽ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ അച്ചാർ കോരാൻ ഉപയോഗിക്കുന്ന സ്പൂണൊക്കെ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ വേണം എടുക്കാൻ. അച്ചാർ 3-4 ദിവസം നമുക്ക് പുറത്ത് വെക്കാം കേട്ടോ. അതൊന്ന് സെറ്റായി വന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കേടായി പോകാൻ തോന്നുകയാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് കേട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ വേണമെങ്കിൽ കഴിക്കാനായിട്ട് തുടങ്ങാം. എന്നാലും ഒരാഴ്ചയൊക്കെ കഴിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതുവരെ വെള്ളനാരങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വെള്ളനാരങ്ങ അച്ചാർ എന്ന് പറയുകയാണെങ്കിൽ നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി വേണ്ടാന്നുള്ളവർക്ക് അത് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.